ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ അംബീഷൻ, വലുതായ നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം എന്നുള്ള ചോദ്യം. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് ആഗ്രഹിച്ചിരുന്നു ചോദിക്കാൻ. അപ്പം അന്ന് നമുക്ക് കുറഞ്ഞതായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് അറിവുള്ളൂ. സ്വാഭാവികമായിട്ടും ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ്, പിന്നെ ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളാവണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ വരാൻ കാത്തിരിക്കും. അങ്ങനത്തെ ചോദ്യങ്ങൾ പുതിയൊരു ടീച്ചർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ നമുക്ക് എന്തായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും ചില കുട്ടികളോടൊക്കെ വലുതായിട്ട് എന്താവാൻ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നമ്മളാകെ ബ്ലാങ്കായി പോവാണ്, എന്താവണമെന്ന് മനസ്സിലാവണില്ല, എങ്ങോട്ടേക്കാണ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്താണ് മുന്നോട്ടുള്ള പഠനങ്ങൾ നമ്മൾ എവിടെ എത്തിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ല എന്ന് കുട്ടികളിൽ പലരും പറയലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും കുറേ അഡ്രസ്സ് ചെയ്ത് കാണലില്ല. കുട്ടികളെ നമ്മൾ പറയും, നിങ്ങൾ നന്നായി പഠിക്കണം, നന്നായി നല്ല കരിയർ വേണം എന്ന് പറയും. എങ്ങനെയാണ് ഒരു കുട്ടി കരിയർ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന വിഷയം അഡ്രസ്സ് ചെയ്യൽ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്ത് തരാം. ഇത് നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്ന കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, പൊതുവെ കരിയർ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന പല മിസ്റ്റേക്കുകളും, എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു കരിയർ ഡിസൈഡ് ചെയ്യാനൊക്കെ ഏറ്റവും പഴയ സ്റ്റേജിൽ നമുക്ക് പറ്റാത്തത് എന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് വ്യക്തമാക്കാൻ പറ്റും. അപ്പോൾ XNYയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷഹീം അഷ്റഫ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നും ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. റാങ്ക് ഹോൾഡർ കൂടിയായിരുന്നു. കൂടാതെ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ നിന്നും സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. കരിയർ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള, ഇമോഷണലി അതുപോലെ തന്നെ കൊഗ്നിറ്റീവ്ലി ഹെവി ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഇത്തരം ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസ് ഇല്ലാതെ, പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ, ഒരു സ്ട്രാറ്റജി ഇല്ലാതെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പലരും വളരെ റോങ് ആയിട്ടുള്ള ഒരു കരിയർ ഡിസിഷനിലേക്ക് എത്തിപ്പെടലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കരിയറിൽ ഡിസൈഡ് ചെയ്യാൻ കുട്ടികളോട് പറയുമ്പോഴും അവർ ബ്ലാങ്ക് ഔട്ട് ആയി പോകുന്നത്. ഒന്നുകിൽ ഈ റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലും കുട്ടികൾ മുന്നേ ഏർലി ആയിട്ട് ഒരു കരിയറിനെ ഡിസൈഡ് ചെയ്യാനും അതിലേക്കുള്ള ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാനും സാധിക്കാതിരിക്കുന്നത്. സോ കരിയർ പ്ലാനിങ്ങിന് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ ട്രിക്ക് ചെയ്യുന്ന ചില സൈക്കോളജിക്കലായിട്ടുള്ള കോമ്പണൻസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എഫിക്കസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റാണ്. അതായത് നമ്മളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവർ നമുക്കൊരു കരിയറിനെ പറ്റി പറഞ്ഞു തരാണ്, നീ ഡോക്ടർ ആയാൽ നന്നായിരിക്കും, അതല്ലെങ്കിൽ നീ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ളൊരു കരിയർ നമ്മളുടെ മുന്നിൽ വെക്കുകയാണ്. പക്ഷെ അങ്ങനെ വെച്ച സമയത്ത് നമുക്കതിലെന്തില്ല, ഒരു ബിലീഫില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കരിയറിനെ സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് എന്നിലുണ്ടോ എന്നുള്ള സെൽഫ് ഡൗട്ടാണ് കാരണം. അപ്പം ഇങ്ങനെ സ്വന്തത്തെ പറ്റിയുള്ള ആട്രിബ്യൂഷൻസിൽ നമ്മൾ തന്നെ വിശ്വസിക്കുന്ന കാര്യമാണ് സെൽഫ് എഫിക്കസി. പല കുട്ടികൾക്കും ഈ ലോവർ ആയിട്ടുള്ള സെൽഫ് എഫിക്കസി കാരണം റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റലില്ല. അപ്പം നമ്മുടെ സെൽഫ് എഫിക്കസി പ്രോപ്പർ ആവണം. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്, അതുള്ളവർക്കും ഈ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹയർ സെൽഫ് എഫിക്കസി എപ്പോഴും കീപ്പ് ചെയ്യണം. നമുക്ക് ഉണ്ട് എന്ന് നമ്മുടെ മെന്റേഴ്സും അതുപോലെ തന്നെ പിയേഴ്സും എപ്പോഴും നമുക്ക് നമ്മളെ സ്വയം റിഫ്ലക്ട് ചെയ്യൽ കംപ്ലീറ്റ്ലി പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റിവ്യൂസ് ഒക്കെ ഇൻടേക്ക് ചെയ്തുകൊണ്ട് അതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സെൽഫ് എഫിക്കസിയെ ഒന്ന് റീറൈറ്റ് ചെയ്ത് റീഡിഫൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കരിയർ ഡിസിഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? രണ്ടാമത്തത് ടൈറ്റിൽ ട്രാപ്പാണ്. അതായത് ഒരു കരിയർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഒരു ടൈറ്റിൽ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മീൻവൈൽ ഒരു സർജൻ എന്നൊരു ടൈറ്റിലോ ഒരു ഡോക്ടർ എന്ന ടൈറ്റിലോ അതിനെയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അവരുടെ ടാസ്കുകളെയാണ്. എന്താണ് ഒരു ഡോക്ടറിൻ്റെ ടാസ്കുകൾ വരിക, എന്താണ് ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറുടെ ടാസ്കുകൾ വരുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫീൽഡുകളിലേക്കുള്ള ഒരാൾ ഒരു ഡെയിലി ലൈഫിൽ അയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകൾ എന്തായിരിക്കും, അതെങ്ങനെയാണ് അയാൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കരിയറിന് പ്ലാൻ ചെയ്യുമ്പോൾ ആ കരിയറിന് സൂട്ടബിൾ ആയിട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ്, ആ ടാസ്കുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡും അതിനുള്ള ഒരു ഇൻട്രസ്റ്റും അതിനുള്ള ഒരു പൊട്ടൻഷ്യലും തനിക്കുണ്ട് എന്നുള്ള റിഫ്ലക്ഷനിൽ നിന്നാണ് ഈ കരിയറിന്റെ ഡിസിഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പിക്സൽ തിയറി എന്ന് പറയുന്ന വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മളുടെ ഈ കരിയർ ഉൾപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ലൈഫുമായിട്ടുള്ള ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണല്ലോ.
അപ്പോൾ ഈ ഒരു ലൈഫിനെ നമ്മളൊരു അല്ലെങ്കിൽ ഈ കരിയറിനെ ഒരു പിക്ചറായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പെയിൻറ്റിംഗ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പിക്സൽസും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ പിക്സൽസ് ജോയിൻ ചെയ്തിട്ടാണല്ലോ നമുക്കൊരു ഇൻ്റർഫേസ് ഡിജിറ്റലി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഓരോ പിക്സലും എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഒരു കരിയർ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിലുള്ള ടാസ്കുകൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഈ പിക്സലുകളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ആ പിക്ചർ ഉണ്ടായത് എന്നതുപോലെ തന്നെ നമ്മളുടെ കരിയറിൻ്റെ ടാസ്കുകൾ എന്തൊക്കെയെന്ന് ഡിഫൈൻ ചെയ്തിട്ട് അത് ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കരിയർ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരിയറിൻ്റെ ടാസ്കുകളിൽ നമ്മൾ പ്രൊഫൗണ്ട് അല്ലെങ്കിൽ അത് വെച്ച് മൂവ് ഓൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും ആ ഒരു കരിയർ നമുക്കൊരിക്കലും സൂട്ടബിൾ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ കരിയറിനെ മുന്നോട്ട് കാണുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിക്കൊണ്ട് നിങ്ങളൊരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കരിയർ അഡാപ്റ്റബിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എഐയും അതുപോലെയുള്ള കൂടുതലായിട്ടുള്ള ടെക്നോളജീസിൻ്റെ ഇന്നോവേഷൻസും കാരണമായിക്കൊണ്ട് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എൻവിറോൺമെൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം കരിയർ ക്യാപിറ്റലുള്ള ഒരു പാത്ത് നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കരിയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കരിയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ ഡൈവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു അക്കാദമിക്കൽ പാത്വേ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള IITസും ISCകളും പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള നമ്മളുടെ പഠനങ്ങളും നമ്മളെ കാപ്പബിൾ ആക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും. മാത്രമല്ല, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്വിച്ചിങ്ങുകൾക്കും മറ്റുള്ള റിസോഴ്സസുകൾ നിങ്ങൾക്ക് അബണ്ടൻ്റായി ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കരിയറുകളെ സ്വിച്ച് ചെയ്യാനും അതിനെ ഡൈവേർജൻറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുള്ള രീതിയിൽ നിങ്ങളുടെ കരിയറിനെ പ്ലാൻ ചെയ്യണം. അതിലേക്കുള്ള പാത്വേസ് ഒക്കെ നിങ്ങൾ ഡ്രോ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘടകങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കരിയറിൻ്റെ സ്വീറ്റ് സ്പോട്ടിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. മീൻ വൈൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഒരു ടൈറ്റിലിൻ്റെയും ഒരു ഫാസിനേഷൻ്റെയും പുറത്ത് നമ്മളൊരു കരിയറിനെ മുന്നോട്ട് കാണുമെങ്കിൽ അതൊരിക്കലും നമ്മളൊരു സ്വീറ്റ് സ്പോട്ട് ആവണം എന്ന് ഒരു നിർബന്ധമില്ല. മാത്രമല്ല, അത് ഒരുപക്ഷെ നമുക്കൊരു ബിറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഇത്തരം കരിയർ ക്യാപിറ്റലുകളും അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമിക്കൽ ജേർണിയിൽ ഗ്യാരണ്ടി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് IITകളും ISCകളും പോലത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മളുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് XNY ഫൗണ്ടേഷൻ കോഴ്സുകൾ ഏർലി ക്ലാസ്സുകൾ മുതൽ തന്നെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുന്നത്. XNY നൽകുന്ന ഈ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻഫർമേഷൻസ് അതിൽ ഫിൽ ചെയ്യുക. നമ്മുടെ അക്കാദമിക് കൗൺസിലിംഗ് ടീം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസും അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഫ്രെയിം വർക്കുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക.